ദൈവമായ ദിവസങ്ങളെ അടയാളപ്പെടും. ദിവസത്തിലും തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി യഥാർത്ഥത്തിലും സുഖമായത്തിലേക്ക് സ്വഭാവത്തിലേക്ക് സ്വീകരിക്കണം. ഞങ്ങളുടെ സമൂഹത്തിൽ ഉദയം അനുഭവവും ദുരന്തവും പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. ഭാവങ്ങൾ വായിച്ചകളയുകയും ചെയ്യുവാനായ അങ്ങയുടെ ശ്രേഷ്ഠത്തിനെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുവാനാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ആകാശത്തിലും ഭൂമിയിലും സ്തുതരാകുന്നു. പാപങ്ങൾ വെറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധികർത്താവേ, എന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര കുരിശുമരണം വഴിയായി മരണത്തെ കീഴടക്കുകയും മനുഷ്യരുടെ പാപങ്ങൾക്ക് പരിഹാരം നേടി അവരെ സ്വർഗത്തിന് അവകാശികളാക്കുകയും ചെയ്ത
നമ്മെ സംരക്ഷിക്കട്ടെ. പാപത്തിന് മരിച്ചവരായി സ്വർഗത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് ജീവിക്കുവാൻ അവിടുന്ന് നമ്മെ സഹായിക്കട്ടെ. ഉപേക്ഷയാലും അറിയാതെയും അങ്ങയുടെ ഈ ദാസ്യയെ ചെയ്തു പോയിട്ടുള്ള എല്ലാ പാപകടങ്ങളിൽ നിന്നും മോചനം നൽകി യജമാന്മാരൊക്കെയും വസിക്കുന്ന സ്വർഗീയോദർശനത്തേക്ക് കരുണയോടെ അങ്ങ് ഈ ആത്മാവിനെ കൂടി സ്വീകരിക്കുമാറാകണമേ. ഇപ്പോഴും എപ്പോഴും വേണ്ടി പ്രാർത്ഥിക്കുവാനുമായിട്ടാണ് നാം ഇപ്പോൾ ഇവിടെ ഒന്നിച്ചറിഞ്ഞിരിക്കുന്നത്. ടീച്ചറിനെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെക്കാൾ കൂടുതലായിട്ട് അറിയാം. ടീച്ചർ വഴിയായിട്ട് നമുക്ക് ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയാം. ഈ മതസംസാര ശുശ്രൂഷയുടെ സമയത്ത് ടീച്ചറിന്റെ മക്കളോടും കുടുംബാംഗങ്ങളോടും ഞങ്ങൾക്കുള്ള സ്വതന്ത്രമായ അനുശോചനവും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനപൂർവ്വം അറിയിക്കുകയും കുടുംബത്തിന്റെ പ്രത്യേകമായ കൂട്ടായ്മയും സ്നേഹവും ഐക്യവും അതുപോലുള്ള പ്രാർത്ഥനയും ഞാൻ വളരെ സ്നേഹത്തോടെ കുടുംബാംഗങ്ങളെ എല്ലാവരെയും അറിയിക്കുക. ടീച്ചറിന് ആഗ്രഹങ്ങളുടെ നിമിഷങ്ങൾ ആരംഭിക്കുക. സങ്കീർണമായ ദൈവമേ, ഞങ്ങളുടെ പാപമോചനത്തിനായി പരമേശ്വരനെ ആശ്വസിക്കണമേ. ഈ ജലത്താൽ തന്നെ ഞങ്ങളെ വിശദീകരിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപമോചനത്തിനുമായി ഈ ചലനത്തിരികൾ ആശ്വസിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ദൈവത്തിന് സ്തുതി. ഭൂമി മനുഷ്യ സമാധാനം പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളുടെ ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പ്രഭാവത്തിൽ വരാനിടയാക്കട്ടെ. രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ആരാധിക്കുകയും എന്റെ കാരണത്തിൽ പുകഴ്ത്തുകയും ദൈനീയമായ ജീവിതത്തിന് നിഗൂഢമായ ശക്തിയെ ശ്രദ്ധിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ആകാശത്തിലെ പുറമേയും ഉണ്ടാകാവും ജീവന്റെയും മരണത്തിനെയും നാഥന്മാരുന്നു. പിതാവിനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരം. ചുടുകാറ്റടിക്കുമ്പോൾ പാടിപ്പോവുകയും ചെയ്യുന്നു. അത് നിന്നിരുന്ന സ്ഥലവും അജ്ഞാതമായി തീരുന്നു. സ്നേഹിക്കുന്നവരുടെ അനുഗ്രഹം ഉണ്ടായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ.
അവിടെ നിന്ന് നാളത്തെ സൃഷ്ടിച്ചവരുമായ അവരുടെ സന്താനങ്ങളെ ഉത്ഥാനം വഴി നവീകരിക്കുന്നവരുമായ കർത്താവെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു, എന്റെ ജീവിതം നിന്റെ മുമ്പിൽ എത്ര നിസ്സാരമാകുന്നു. മനുഷ്യനോ നിക്ഷേപം കൂട്ടുന്നു, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദയാധികൃതയും ഭർത്താവേ അങ്ങയിൽ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവും ജീവന്റെയും വെള്ളത്തിന്റെ നാഥനുമാണ്. സ്വർഗ്ഗത്തിന്റെയും നാഥനായിരിക്കും. നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ ഇപ്പോൾ അവര് പള്ളിയിലേക്ക് പോകുവാനായിട്ട് റെഡിയായിട്ട് റോഡിലേക്ക് ഇറങ്ങുക. സ്വരമുലകിൽ വിളവിയലിക്കായി നൽകിയ വസതി പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. എന്നുമെന്നേക്കും സഹജന്മാരെ സ്നേഹിതഗണമേ, യാത്ര ചെയ്താ ഞാൻ ചോദിക്കുന്നു, നിങ്ങളെനിക്കായി ചെയ്തതിനെല്ലാം നിശികാനാഥൻ പ്രതിഫലമേകും. കുർബാന അന്തിമ കൂട്ടനും അർപ്പിക്കുക. മഴയ്ക്ക് മുമ്പ് നമുക്ക് പോകാൻ സൗകര്യമായിട്ട് പ്രാർത്ഥിപ്പതിനായി പരിപാവനമാം ദൈവിക ഭവനം പോകും നേരം സ്നേഹാർദ്രതയാൽ പ്രിയജനമേ അനുദിനമലിവോക്കണമെന്നേ. ഭൂമിയിൽ അവർ വിലപിക്കുന്നു ആഡംബരവും കൗടിയുമെല്ലാം നാശോന്മുഖമായി നിഷ്പ്രഭമാകും. പോകുന്നു ഞാൻ ജയമിയലാത്തോർ ഉന്നതമോക്ഷേ പ്രാപിപ്പതിനായി. നീ എന്നും നിലനിൽക്കുന്നു, പോയി മറയും നീ ക്ഷണഭംഗുരമാ ലോകവും അതിലെ ജടികാശകളും. അക്ഷയരാജ്യം നേടാനുതകും നിക്ഷേപങ്ങൾ കരുതുക നമ്മൾ. കുടുംബാംഗങ്ങളല്ലാത്തവരെല്ലാവരും ഉടനെ തന്നെ റോഡിലേക്ക് ഇറങ്ങുക പള്ളിയിലേക്ക് പോകുവാനായിട്ട്. കുടുംബാംഗങ്ങൾ മാത്രം ഇവിടെ നിൽക്കുക. ലോകമിതന്നെ ഓടിപ്പോയി ഞാൻ ജീവൻ പകരും
പാട്ട് കോപ്പിറൈറ്റാണ്. ഇയാൾ പിടിക്കും.
ഏറെ പ്രിയപ്പെട്ടവരെ, വളരെ അപ്രതീക്ഷിതമായി ദൈവസന്നിധിയിലേക്ക് യാത്രയായ പ്രിയപ്പെട്ട ഗ്രേസി ടീച്ചറിന് പ്രാർത്ഥനാപൂർവകമായ യാത്രയയപ്പ് നൽകുന്നതിന് വേണ്ടി നമ്മെ ദേവാലയത്തിലായിരിക്കുമ്പോൾ പ്രിയപ്പെട്ട ഗ്രേസി ടീച്ചറിൻ്റെ ആകസ്മിക വേർപാടിൽ ഏറെ വേദനയോടെ കഴിയുന്ന മക്കള് പ്രിയപ്പെട്ട അനിയത്തിയോടും അമലയോടും മരുമകൻ പ്രിയപ്പെട്ട ലിപിനോടും പ്രിയപ്പെട്ട ഗ്രേസി ടീച്ചറുടെ സഹോദരങ്ങളോടും കുടുംബാംഗങ്ങളോടും ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരുടെയും നാമത്തിൽ അനുശോചനം നേരുന്നു. ഞങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. അപ്രതീക്ഷിതമായ ഈ വിയോഗം സമ്മാനിക്കുന്ന വേദനയെ അതിജീവിക്കാൻ തമ്പുരാൻ നിങ്ങൾക്ക് കരുത്ത് പറയട്ടെ എന്ന വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഏതൊരു മനുഷ്യന്റെയും ജീവിതം ആരംഭിക്കുന്നത് കുടുംബത്തിലാണല്ലോ. പ്രിയപ്പെട്ട ഗ്രേസി ടീച്ചർ, ഞാൻ വളരെ സ്നേഹപൂർവ്വം എൻ്റെ അമ്മയുടെ സ്ഥാനത്ത് കഴിഞ്ഞ 3.5 വർഷക്കാലങ്ങളായി കണ്ട് സ്നേഹിച്ചിരുന്ന ഈ അമ്മ സാന്നിധ്യം ഓരോ തവണ കാണാൻ ആഗ്രഹം പറഞ്ഞ് കാണുമ്പോഴൊക്കെ ഈ അവസാന നാളുകളിൽ എന്നോട് പങ്കുവച്ചിരുന്ന ആഗ്രഹങ്ങളിൽ ഒന്ന്, ഞാൻ മരിച്ചു കഴിയുമ്പോൾ നീ ചരമപ്രസംഗം പറയണം എന്നുള്ളതായിരുന്നു. അതിനവസരം തമ്പുരാൻ ക്രമീകരിച്ചതിൽ ദൈവത്തിന് നന്ദി പറയുന്നു. ഞാനതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട ഗ്രേസി ടീച്ചറിൻ്റെ ജീവിതത്തെ 4 ഏടുകളിൽ കാണാനാണ് ആഗ്രഹിക്കുന്നത്. അതിൽ ഒന്നാമത്തേത് കുടുംബത്തിലുള്ള ജീവിതമാണ്. വേലന്തറ കുടുംബത്തിൽ 6 സഹോദരങ്ങളിൽ ഒരുവളായി ജനിച്ച് പിന്നീട് ശാസ്താംകുന്നേൽ കുടുംബത്തിൽ തൻ്റെ വൈവാഹിക ജീവിതത്തിൻ്റെ ഭാഗമായി ഉൾച്ചേർന്ന് നാളിതുവരെ ഈ 2 കുടുംബങ്ങളുടെയും ബന്ധുമിത്രാദികളുടേതുമാകുന്ന കുടുംബത്തിൻ്റെ തണലിൽ ജീവിച്ചു. സഹോദരങ്ങളെ അങ്ങേയറ്റം സ്നേഹിച്ചിരുന്ന സഹോദരി തുല്യമായ ഒരു ഹൃദയം ഈ പ്രിയപ്പെട്ട ഗ്രേസി ടീച്ചറിനുണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ അനുഭവിച്ച് മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. അത് ശാസ്താംകുന്നയിൽ കെട്ടിക്കയറി വന്ന കുടുംബത്തിലേതായിരുന്നാലും തൻ്റെ സ്വന്തം കുടുംബമായ വേലന്തറ കുടുംബത്തിൽ ഉള്ളതായിരുന്നാലും കുടുംബാംഗങ്ങളോട് വളരെ സവിശേഷമായിട്ടുള്ള ആത്മബന്ധം പുലർത്തി ജീവിതകാലത്തായിരിക്കുന്നതിന് പ്രിയപ്പെട്ട ഗ്രേസി ടീച്ചർ വളരെ പ്രത്യേകമായ വിധം ശ്രദ്ധിച്ചിരുന്നു. പലപ്പോഴും ഫോൺ വിളിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ തൻ്റെ സ്വന്തം കാര്യം പറയുക എന്നതിലുപരിയായി കുടുംബത്തിലെ ബാക്കിയുള്ള എല്ലാവരുടെയും വിശേഷങ്ങൾ പങ്കുവച്ചിരുന്നതും ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. കുടുംബത്തിൽ ഓരോരുത്തരെയും ആത്മാർത്ഥതയോടെ സ്നേഹിച്ച് കുടുംബാംഗങ്ങളോട് വലിയ ബന്ധം പുലർത്തിയിരുന്നതായിരുന്നു ഈ ജീവിതം. രണ്ടാമത്തെ ഗ്രേസി ടീച്ചറുടെ ജീവിതത്തിൻ്റെ ജീവിച്ചു തീർത്ത ഒരു പങ്ക് എന്ന് പറയുന്നത് തൻ്റെ അധ്യാപന ജീവിതമായിരുന്നു. പെരാവൂര് തുണ്ടിയിൽ സെന്റ് ജോൺസ് UP സ്കൂളിലും മഞ്ഞളാമ്പുറം UP സ്കൂളിലുമായി പ്രിയപ്പെട്ട ഗ്രേസി ടീച്ചർ നൂറുകണക്കിന് കുഞ്ഞുങ്ങൾക്ക് അക്ഷരജ്ഞാനം പകർന്നു കൊടുത്ത ഗുരുസ്ഥാനീയ ആയിരുന്നു. കുഞ്ഞുങ്ങളെ ശിക്ഷിക്കുന്നത് ഒരുപക്ഷെ അവരുടെ നന്മ ആഗ്രഹിച്ചുകൊണ്ട് അനുവദനീയമായിരുന്ന അല്ലെങ്കിൽ ചോദ്യം ചെയ്യപ്പെടുകയില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങളുടെ നന്മ ആഗ്രഹിച്ച് അവരെ നേർവഴിക്ക് നടത്തിയിരുന്ന നല്ല ഒരു അധ്യാപികയായിരുന്നു ഗ്രേസി ടീച്ചർ. കൂടെ ജോലി ചെയ്ത സഹപ്രവർത്തകരായ ഓരോരുത്തർക്കും അത് അനുഭവവേദ്യമായിട്ടുള്ള കാര്യമാണ്. ഗ്രേസി ടീച്ചറിന്റെ കൂടെ ജോലി ചെയ്ത് കടന്നുപോയ സഹപ്രവർത്തകർ ഈ അടുത്ത നാളുകളിൽ ഉൾപ്പെടെ മുഴുവൻ ഇത് വിളിച്ചോതുന്നുണ്ട്. തീർച്ചയായിട്ടും അധ്യാപിക എന്നുള്ള ജീവിതത്തിന്റെ ക്രമത്തിൽ ഏറെ ആത്മാർപ്പണത്തോടുകൂടി വളരെ സുഗ്രഹമാവിധം ആയിരുന്ന സ്കൂളുകളിൽ അത്രയും ശുശ്രൂഷ ചെയ്ത് കടന്നുപോയ വ്യക്തിയായിരുന്നു പ്രിയപ്പെട്ട ഗ്രേസി ടീച്ചർ.
അടുത്ത ജീവിതത്തിന്റെ തലം എന്ന് പറയുന്നത് ഒരു വിശ്വാസി എന്ന നിലയിലുള്ള ജീവിതമാണ്. പ്രിയപ്പെട്ട ഗ്രേസി ടീച്ചർ വലിയ വിശ്വാസത്തിന്റെ ഉടമയായിരുന്നു. ദൈവത്തിന് അപരിമേയമായ പ്രത്യാശ അർപ്പിക്കുകയും വിശ്വാസം കാത്തു സൂക്ഷിക്കുകയും നിരന്തരമായി പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിൽ തന്റെ ജീവിതത്തെ ക്രമപ്പെടുത്തി മുൻപോട്ട് കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. ചെങ്ങോട്ടുള്ള ആളുകൾക്കറിയാം, ഒരു കാലഘട്ടത്തിലൊക്കെ ടീച്ചർ എല്ലാ ദിവസവും ഈ ദൈവാലയത്തിലെ ദിവ്യബലികളിലെ സാന്നിധ്യമായിരുന്നു. അവസരം കിട്ടുമ്പോഴൊക്കെ ദിവ്യബലികളെ സംബന്ധിക്കുന്ന ഒരു വിശ്വാസി, ദൈവത്തിന് വലിയ ശരണം അർപ്പിച്ചുകൊണ്ട് ജീവിച്ച് കടന്നുപോയ ഒരു വ്യക്തിയാണ്. പ്രത്യേകിച്ചും ദിവ്യകാരുണ്യത്തിലും പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹത്തിലും അങ്ങേയറ്റം ആഴപ്പെട്ട് ജീവിച്ച ഒരു അമ്മയായിരുന്നു പ്രിയപ്പെട്ട ഗ്രേസി ടീച്ചർ. ഞാനിവിടെ വികാരിയായിരുന്ന അവസരത്തിൽ ടീച്ചറെ ആദ്യമായി കണ്ടുമുട്ടുന്നത് ഇവിടെ വന്ന് കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കണം എന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുമ്പോഴൊക്കെ പ്രിയപ്പെട്ട ജോലിച്ചേട്ടൻ കാറിൽ ടീച്ചറിനെയും കൊണ്ട് ആദ്യമൊക്കെ പള്ളിയിൽ വരുമായിരുന്നു. 8-10 തവണ ഈ പള്ളിയിൽ വന്ന് കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ച് പ്രാർത്ഥിച്ച് കടന്നുപോയിട്ടുണ്ട്. എപ്പോഴും കുമ്പസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിശ്വാസി, ദിവ്യകാരുണ്യം എന്നത് അങ്ങേയറ്റം ഒരുക്കത്തോടുകൂടി മാത്രം സ്വീകരിക്കണം എന്ന നിഷ്ഠ ജീവിതത്തിൽ പുലർത്തിയ ഒരു ദിവ്യകാരുണ്യ സ്നേഹിത അതായിരുന്നു പ്രിയപ്പെട്ട ഗ്രേസി ടീച്ചർ. പിന്നീട് ജീവിതകാലത്ത് ദിവ്യകാരുണ്യവുമായും പരിശുദ്ധ അമ്മയുമായും അഭേദ്യമായിട്ടുള്ള വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ആത്മബന്ധം പ്രിയപ്പെട്ട ഗ്രേസി ടീച്ചർ പുലർത്തിയിരുന്നു. ഞാൻ പലപ്പോഴും മമ്മിയോട് പറയുമായിരുന്നു, ഈ ചെറിയ ഓഫീസിലെ ഒരു ഭാഗം പാടുമ്പോൾ ഞാൻ പ്രത്യേകമായി ഓർമ്മിക്കാറുണ്ട്. അവന്റെ സന്തോഷത്തിൽ അവർ ആനന്ദിക്കും. കർത്താവേ, സോളിതവും ദിവ്യ ശരീരവും അറിവുപോലെ ഉൾക്കൊണ്ടവരാം യേശുവരെ നിത്യ വിരുന്നിൽ ചേർക്കണമേ. ഞാൻ പോകാനായി അധിക നാളില്ല എന്നൊക്കെ സംസാരത്തിന്റെ ഇടയിൽ പറയുമ്പോൾ ഞാൻ പറയുമായിരുന്നു, ധൈര്യത്തോടെ പോകാം. കാരണം ദിവ്യകാരുണ്യനാഥനായ കർത്താവിൽ അത്രമേൽ ആഴമുള്ള വിശ്വാസം ഹൃദയത്തിൽ ചാലിച്ചു ചേർത്ത് ദിവ്യകാരുണ്യം സ്വീകരിക്കുന്ന അവസരങ്ങളിലൊക്കെ അത്രമേൽ ഒരുക്കത്തോടുകൂടി ദിവ്യകാരുണ്യം സ്വീകരിക്കാൻ എപ്പോഴും കാണിച്ചിരുന്ന നിഷ്ഠ, അതിൽ വേണ്ടത്ര ഒരുക്കം വീട്ടിലില്ല എങ്കിൽ പോലും ദിവ്യകാരുണ്യവുമായി ഈ വീട്ടിലേക്ക് ഇപ്പോൾ വന്ന് കയറേണ്ട എന്ന് പറഞ്ഞിരുന്ന ഒരു നിഷ്ഠ, ദിവ്യകാരുണ്യനാഥനെ സ്വീകരിക്കുന്നത് അത്രയും പരിപൂർണമായ ഒരുക്കത്തിലായിരിക്കണം എന്ന് ഉറപ്പിച്ച് എപ്പോഴും ഒരുക്കത്തോടുകൂടി ദിവ്യകാരുണ്യം സ്വീകരിച്ചിരുന്ന ഒരാത്മാവിനെ, ശോണിതം ഉൾക്കൊണ്ട ദിവ്യശരീരം അറിവോടെ ഉൾക്കൊണ്ട ഈ ആത്മാവിനെ തമ്പുരാന്റെ ദൈവരാജ്യത്തിന്റെ മഹിമയിൽ സ്വീകരിക്കും എന്നതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. രണ്ടാമത്തേത് പരിശുദ്ധ അമ്മയോടുള്ള ആഴമായ വിശ്വാസമായിരുന്നു. പരിശുദ്ധ അമ്മയോട് ഓരോ തവണയും ഞാൻ ഏറ്റവും കൂടുതൽ കൊണ്ടുപോയി കൊടുത്തിട്ടുള്ളതും എന്നോട് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളതും ജപമാലകളായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ 10-14 ജപമാലയും കൊണ്ടേ കൊടുത്തിട്ടുണ്ട്, കൊന്ത കൊണ്ടേ കൊടുത്തിട്ടുണ്ട്. അത് കയ്യിൽ കൊടുക്കുമ്പോൾ വ്യഞ്ചരിച്ചതായിരുന്നു എന്ന് ചോദിച്ച് ആ കൊന്ത അവസാനമായി കൊടുത്ത കൊന്ത അണിഞ്ഞാണ് ഈ പെട്ടിയിൽ പ്രിയപ്പെട്ട മമ്മി കിടക്കുന്നത് എന്ന് ഞാൻ അവസാനമായി ഒരു കറുത്ത കൊന്ത ഉത്തരീയ മാതാവിന്റെ കർമ്മല മാതാവിന്റെ തിരുനാൾ ദിനത്തിൽ ഞാൻ കുർബാനതെല്ലാം കയറിയപ്പോൾ എന്റെ കയ്യിൽ പിടിച്ച് കയറിയ കൊന്ത വ്യഞ്ചരിച്ച് ആ കൊന്ത കൊണ്ടുപോയി കഴുത്തിൽ ധരിപ്പിച്ചിട്ട് ഞാനത് പറഞ്ഞിരുന്നു, ഇനി ഈ കൊന്ത ഊരരുത്. അന്ന് എനിക്ക് വാക്ക് തന്നിരുന്നു, ഈ കൊന്തയുമായി ഞാൻ പോയിക്കൊള്ളാം, ഈ കൊന്തയുമായി ഞാൻ പോവുകയുള്ളൂ. പ്രിയപ്പെട്ട ഗ്രേസി ടീച്ചർ മരിച്ചു കഴിഞ്ഞ് വീട്ടിലേക്ക് ഞങ്ങൾ പോകുന്ന വീട്ടിൽ വന്ന് കയറി ഡ്രസ് ചെയ്യുന്ന സമയത്ത് ഞാൻ റോജമാമനെ വിളിച്ച് പറഞ്ഞു, ദയവായി ആ കൊന്ത ഊരരുത്, ആ കൊന്ത ഊരരുത്. ഒരു നീല നിറമുള്ള കൊന്ത പ്രിയപ്പെട്ട ഗ്രേസി ടീച്ചർ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. ഈ കൊന്ത മാതാവിന്റെ മറ്റൊരു തിരുനാൾ ദിനത്തിൽ ഏകദേശം 1 വർഷക്കാലത്തിന് മുൻപ് ഞാൻ വളരെ സ്നേഹപൂർവ്വം കൊണ്ടുവന്ന് സമ്മാനിച്ച് കൊടുത്ത കൊന്തയാണ്. ആ കൊന്ത കരങ്ങളിൽ വഹിച്ച് പ്രിയപ്പെട്ട മമ്മി ദൈവരാജ്യത്തിലേക്ക് കടന്നു പോവുകയാണ്. പിന്നീട് എന്നോട് 2 ആഗ്രഹങ്ങൾ പറഞ്ഞു, നീ എനിക്ക് 2 കുരിശ് രൂപങ്ങൾ മേടിച്ചു തരണം. അത് ഒന്നാമത്തെ എന്റെ കയ്യിൽ പിടിക്കാനാണ്,
രണ്ടാമത്തേത് ഞാൻ മരിക്കുമ്പോൾ എൻ്റെ തലയ്ക്കിൽ വെക്കാനാണ്. കുടുംബത്തിൽ പ്രിയപ്പെട്ട ഗ്രേസിയുടെ തലയ്ക്കിൽ വെച്ചിരുന്ന ആ കുരിശ് രൂപം കാർമൽ സെന്ററിൽ നിന്ന് മേടിച്ച് വ്യതിചരിച്ച് ഞാൻ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തു. കൈകളിൽ പിടിക്കാനുള്ള ഒരു കൊന്ത അത് എനിക്ക് സമ്മാനിക്കണമെന്ന് പറഞ്ഞപ്പോൾ മറ്റൊരാഗ്രഹം കൂടി എന്നോട് പറഞ്ഞു, എൻ്റെ അമ്മച്ചിക്ക് കൂടി അങ്ങനെ ഒരു കുരിശുരൂപം കൊണ്ടുപോയി കൊടുക്കണം. ഞാൻ പ്രിയപ്പെട്ട അമ്മച്ചിയെയും അങ്ങനെ ഒരു കുരിശുരൂപം കൊടുത്തേൽപ്പിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് പറഞ്ഞു വെച്ചത് പരിശുദ്ധ അമ്മയോടുള്ള അപരിമേയമായ ആഴമുള്ള അചഞ്ചലമായ വിശ്വാസം ജീവിതത്തിലെ എല്ലാ തലങ്ങളിലും കാത്തു സൂക്ഷിച്ച ഒരു വിശ്വാസിയായിരുന്നു പ്രിയപ്പെട്ട ഗ്രേസി ടീച്ചർ എന്ന് എല്ലാം കൊടുത്ത് ഫലമേൽപ്പിക്കും. പ്രത്യേകിച്ചും ഈ അടുത്ത നാളുകളുടെ വളരെ സങ്കടകരമായിട്ടുള്ള ചില സഹനങ്ങളിലൂടെ കടന്നുപോയ സമയത്ത് പ്രിയപ്പെട്ട മമ്മിയോട് സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഒന്നും വേണ്ട, ദിവ്യകാരുണ്യ ഈശോയോട് പ്രാർത്ഥിക്കുക, പരിശുദ്ധ അമ്മയോട് ആഴത്തിൽ ശരണപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കുക. ജീവിതത്തിന്റെ സകലമായ പ്രതിസന്ധികളിലും പ്രിയ കത്തോലിക്ക വിശ്വാസി മാനുഷികമായ പരിഹാര മാർഗങ്ങൾക്കൊക്കെ അപ്പുറത്ത് നിന്റെ വിശ്വാസത്തിന്റെ ആഴമുള്ള ഹൃദയത്തിൽ നിന്ന് അവയൊക്കെ നിന്റെ സകല സങ്കടങ്ങളെയും എല്ലാ വേദനകളെയും സകല പ്രയാസങ്ങളെയും ദിവ്യകാരുണ്യത്തിന്റെ സന്നിധിയിൽ ഇറക്കി വയ്ക്കുക, പരിശുദ്ധ അമ്മയ്ക്ക് കൈയാളിച്ചു കൊടുക്കുക എന്ന് പറയുന്ന ഒരു പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള വിശ്വാസിയുടെ ആഴമുള്ള സ്ഥൈര്യം അത് ജീവിതത്തിൽ പ്രകാശിപ്പിച്ച ഒരു വ്യക്തിയായിരുന്നു പ്രിയപ്പെട്ട ഗ്രേസി ടീച്ചർ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, തീർച്ചയായിട്ടും ഈ പ്രിയപ്പെട്ട മമ്മിയെ തമ്പുരാന്റെ കരങ്ങളിലേക്ക് ഫലമേൽപ്പിക്കുമ്പോൾ സ്വീകരിക്കാൻ പ്രിയപ്പെട്ട പപ്പ കാത്തിരിപ്പുണ്ട്. നിരവധി ആളുകൾ കുടുംബത്തിൽ നിന്ന് ഈ അടുത്ത നാളുകളിൽ തന്നെ വേർപെട്ട ദൈവസന്നിധിയിലേക്ക് യാത്രയായവരൊക്കെ പ്രിയപ്പെട്ട മമ്മിയെ ദൈവരാജ്യത്തിന്റെ മഹിമയാർന്ന വസതിയിലേക്ക് സ്വീകരിക്കാൻ കാത്തിരിപ്പുണ്ട് എന്ന് തീർച്ചയായിട്ടും നമുക്ക് ആശ്വസിക്കാം. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് പ്രത്യേകമാം വിധം പ്രാർത്ഥിക്കാം. നമ്മളൊക്കെയും ഈ സംസ്കാരം കഴിഞ്ഞ് മടങ്ങിപ്പോകും. നാം എല്ലാവരും നമ്മുടെ ജീവിതത്തിന്റെ സ്വാഭാവിക സാധാരണ കാര്യങ്ങളിലേക്ക് പിന്മാറും. നമ്മളോടെ പ്രാർത്ഥനാപൂർവം ഓർക്കേണ്ടത് ഈ പ്രിയപ്പെട്ട മക്കൾ രണ്ടുപേരെയുമാണ്. അവർ രണ്ടുപേരും, പ്രത്യേകിച്ച് പ്രിയപ്പെട്ട അമലെ പ്രാർത്ഥനാപൂർവ്വം അനുസ്മരിക്കാൻ, അതോടൊപ്പം തന്നെ കുടുംബാംഗങ്ങളെ ഓർമ്മിക്കാൻ. ഇന്ന് തിരികെ വീട്ടിലേക്ക് ചെന്ന് കയറി കഴിയുമ്പോൾ സ്ഥിരമായി രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരിക്കാറുണ്ടായിരുന്ന തൽക്കസേരയിൽ പ്രിയപ്പെട്ട മമ്മിയില്ല എന്ന യാഥാർത്ഥ്യത്തിന്റെ നടുവിലേക്കാണ് നെഞ്ചുരുകുന്ന വേദനയോടെ കാലിൽ വെച്ച് കയറേണ്ടത്. അവിടെ ഇതേ ദിവ്യകാരുണ്യവും ഇതേ പരിശുദ്ധ അമ്മയും പ്രിയപ്പെട്ട അമല, പ്രിയപ്പെട്ട അനീറ്റ നിങ്ങൾക്ക് കൂട്ടായിരിക്കട്ടെ എന്ന് ഞാനും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധയമ്മ നിങ്ങളെ കാത്തു പരിപാലിക്കും. എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കാൻ പരിശുദ്ധയമ്മ നിങ്ങളോട് കൂടെ ഉണ്ടാകും. നിങ്ങൾ ദിവ്യകാരുണ്യത്തിൽ കൂടി ശരണപ്പെട്ട് ജീവിക്കുക. അർപ്പിതമാകുന്ന ഓരോ പരിശുദ്ധ കുർബാനയിലും മമ്മിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം മമ്മി കാണിച്ചു തന്ന ജീവിതത്തിന്റെ മാതൃകയെ ജീവിതത്തിൽ കൂടെ കൂട്ടുക. അതുകൊണ്ട് പ്രിയപ്പെട്ട അമ്മയുടെ വേർപാട് സൃഷ്ടിക്കുന്ന ശൂന്യതയെ അതിജീവിക്കാൻ പ്രിയപ്പെട്ട മക്കൾക്ക്, സഹോദരങ്ങൾക്ക്, കുടുംബാംഗങ്ങൾക്ക് കരുത്തും കൃപയും ലഭിക്കുന്നതിന് വേണ്ടി നമുക്കും പ്രാർത്ഥിക്കാം. വിശ്വാസത്തോടെ, പ്രത്യാശയുടെ, ശരണബോധത്തോടെ 1.5 വർഷക്കാലം ഒരമ്മയും മകനുമായി ജീവിച്ച ജീവിതത്തിന്റെ നല്ല നാളുകളെ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് ഒരു മകനെ അച്ഛൻ ആയി മാത്രമല്ല സ്വന്തമായ മകനായി കൂടി എന്നെ പരിഗണിച്ച് സ്നേഹിച്ച ആ നല്ല ദിനങ്ങളെ നന്ദിയോടെ ഓർത്ത് ഒരു പുരോഹിതനായ മകന് അടുത്ത സ്വാതന്ത്ര്യത്തോടെ ഈ മമ്മിയുടെ ആത്മാവിനെ ദൈവകരങ്ങളിൽ കൈയാളിച്ചുകൊണ്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ദൈവത്തിനാണ്
സത്യവിശ്വാസത്തോടെ ലോകപ്പെട്ടു നമ്മുടെ സഹോദരിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതകാലത്ത് സൽകൃത്യങ്ങളാൽ ദൈവത്തെ പ്രസാദിപ്പിച്ചയാൾ ദൈവവേദിമാരുടെ സമൂഹത്തിലേക്ക് പ്രവേശിക്കുമാറാകട്ടെ. മരിച്ചവരെയും നല്ലവർക്ക് സ്വർഗഭാഗ്യം നൽകുകയും ചെയ്യുമ്പോൾ തന്റെ അനുഗ്രഹക്കാലം തന്റെ മാതാവായ കന്യകാമറിയത്തിന്റെ പ്രാർത്ഥനയാലും മിശിഹായോടും കൂടെ ഇയാളെ തന്റെ വലത്തുഭാഗത്ത് നിർത്തുമാറാകട്ടെ. ജീവന്റെ പുസ്തകത്തിൽ ദൈവം ഇവയുടെ പേരെഴുതുകയും തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗണത്തിൽ ഇയാളെ ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. സന്ദർശിക്കുകയും കാരണവരം ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. ഉദ്ധാന പ്രദേശികളിൽ മരിച്ചവരെ ഉയർപ്പിക്കണമേ. എന്തുകൊണ്ടാണ് ആകാശത്തിന്റെ ഭൂമിയുടെ രാജാവാകുന്നു ജീവന്റെ മരണത്തിലെ നാഥനും പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ഭയങ്കരമായ പരിപാലനെ ഞങ്ങൾ ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളെ മരണവിധേയരാക്കുകയും വീണ്ടും ജീവിപ്പിക്കുകയും ചെയ്യുന്നു. ഉദാഹരണത്തിൽ ഞങ്ങളുടെ ശരീരങ്ങളിൽ മാത്രമണിയും ജീവന്റെയും മരണത്തിന്റെയും നാളും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ദൈവത്തിന്റെ ഭവനമായി ഞാൻ നിങ്ങളോട് യാത്ര പറയുന്നു. മാമോദീസയുടെ വിശദീകരിക്കുകയും പരിശുദ്ധ കുർബാനയുടെ ആത്മാവിനെ പോഷിപ്പിക്കുകയും മറ്റു കുദാശകളാൽ എൻ്റെ ആത്മാവിൽ പ്രഭാവനം ചെയ്യുകയും ചെയ്ത പ്രിയപ്പെട്ട ദൈവാലയമേ, ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. എൻ്റെ പിതാക്കന്മാരും ആത്മീയ പാലകരമായ പുരോഹിതരെ ദൈവവചനങ്ങളാൽ എൻ്റെ ആത്മാവിന് പോഷണങ്ങളോട് ഞാൻ യാത്ര പറയുന്നു. ഞാൻ നിങ്ങളന്ന് പോകുന്നെങ്കിൽ എൻ്റെ സ്നേഹമെന്നും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും. സ്വർഗരാജ്യത്തിൽ നിന്ന് ഒരുമിക്കുന്നതുവരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മനുഷ്യ, നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് അരുളി ചെയ്ത സകലത്തിന്റെയും നാഥനായ ദൈവം നിന്നെ ഉയർപ്പിന്റെയും മഹത്വത്തോടുകൂടി അവസാന ദിവസം തന്നെ വലതുഭാഗത്ത് നിർത്തട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ കുദാശകൾ ദൈവത്തിന്റെ ന്യായാസനത്തിങ്കൽ നിന്നെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മനുഷ്യ, നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങും എന്ന് ഓർത്തുകൊള്ളുക. എന്റെ കർത്താവേ, നിന്നെ ഞാൻ പ്രകീർത്തിക്കും മഹിമയുടെ അന്തിമവിധി നാളിൽ. കർത്താവേ, നീ അണയുമ്പോൾ കരുണയുടെ നിറുത്തനമേ, നല്ലവരുത്തു വലമ്പാകേ. ആകാശവും ഭൂമിയും നിന്റേതാകുന്നു, ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവനഭയം നീ നൽകണമേ മൃതനായുസ്സും. സന്തോഷത്തിൽ അവരാനന്ദിക്കും. കർത്താവേ, നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. അതിമുതലുള്ളവയെല്ലാം തെളിവായി എന്നുടെ നാഥാനിൻ തിരുമിഴിയെല്ലാം കാണുന്നു. നിരവധിയാമൻ പാപങ്ങൾ നിരയായി എണ്ണി വിധിക്കല്ലേ. ജീവൻ നൽകി മഹോന്നതമോ ചേർക്കണം. അതിമുതൽ നീക്കുമാമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോ മിശിഹാ, ഞങ്ങളിതാ
നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. ജനമെല്ലാം പ്രയത്നിക്കട്ടെ ഞങ്ങളുടെ മധ്യ ശരീരങ്ങൾ ഉദ്ധാരം നീയേകുന്നു. നാഥാ ഞങ്ങളുടെ ആത്മാവും രക്ഷിക്കുന്നവനല്ലോ നീ. അമിനമിനെന്ന് ഉദ്ഘോഷിക്കുവിൻ. സർവേശ നീ പരിശുദ്ധൻ, ബലവാനേ നീ പരിശുദ്ധൻ, നിത്യനമർത്യൻ പരിശുദ്ധൻ, നിൻ കൃപ ഞങ്ങൾക്കേകണമേ. പാപിനിക്ക് പ്രതികരിച്ച് അവരെ വിശദീകരിച്ച കർത്താവേ, നിന്റെ അനുഗ്രഹത്താൽ മരിച്ചവരെ വിശദീകരിക്കണമേ. മാലാന്മാരുടെ സ്വർഗത്തിൽ സ്തുതിക്കാൻ അവരെ യോഗ്യരാക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനും അവർക്ക് നിത്യാശ്വാസം കൊടുക്കുന്നവനുമായ കർത്താവെ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ഇവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര. മിശിഹ കർത്താവിൻ ദാസ്യവിധി നാളിൽ കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ. മഗ്ദല മറിയമണിഞ്ഞൊരുവൻ മഹിമദ്യുതിയോടെ. മിശിഹ കർത്താവിൻ ദാസ്യവിധി നാളിൽ കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ. മഗ്ദല മറിയമണിഞ്ഞൊരുവൻ മഹിമദ്യുതിയോടെ. നിർമ്മല ചരിതകളാം സാറായേലീശ്വ മർത്തയോടും കൂടെ കടശീലുത്ഥാനം നിതരാം കനിവാർന്നരുളട്ടെ കർത്താവഖിലേശൻ. മിശിഹ കർത്താവിൻ ദാസ്യവിധി നാളിൽ കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ. മഗ്ദല മറിയം ഹൃദയോർത്തി നിങ്ങൾ കഥനം തുടരാതെ രക്ഷാവചനങ്ങൾ കേട്ടു നടന്നിടുവിൻ. പുനരുത്ഥാനം വരുമല്ലോ മരണമുറക്കും മിശിഹ കർത്താവിൻ ദാസ്യവിധി നാളിൽ കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ. മഗ്ദല മറിയമണിഞ്ഞൊരുവൻ മഹിമദ്യുതിയോടെ. കട്ടൽ വീടെടുത്ത് നിൽക്കുന്ന മാൻപേടയെ പോലെ കർത്താവെ നിന്നെ ഞാൻ തേടി വിളിക്കുന്നു. മരിച്ചവരെ ഏർപ്പിക്കുന്നവനെ നിന്റെ നാമത്തിന് സ്തുതി. നടക്കുന്ന മാൻപേടയെ പോലെ കർത്താവേ നിന്നെ ഞാൻ തേടി വിളിക്കുന്നു. പകൽ ഞാൻ കണ്ണുനീര് കുടിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നിന്റെ ദൈവം എവിടെയെന്ന് അവർ നിത്യവും എന്നെ പരിഹസിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കട്ടൽ വീടെടുത്ത് നിൽക്കുന്ന മാൻപേടയെ പോലെ കർത്താവെ നിന്നെ ഞാൻ തേടി വിളിക്കുന്നു. മരിച്ചവരെ ഏർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. സജീവവും ജീവദായകമായ ശബ്ദത്താൽ ആസന ഉയർപ്പിച്ച കർത്താവെ, ആശ്രിത മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ അങ്ങയുടെ ദാസിയെ വിളിക്കുകയും അങ്ങയുടെ വലത് ഭാഗത്ത് നിർത്തുകയും ചെയ്യണമേ. പാപങ്ങൾ വെറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവെ, ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാമുതനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവെ, മരിച്ചവരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. ഉദ്ധാനം പ്രതീക്ഷിച്ച് മറിഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര. സകലത്തിന്റെയും നാഥനായ ദൈവം തന്നെ നീതിമാന്മാരോടും വിശുദ്ധരോടും കൂടെ ഉത്കൃഷ്ടമായ ഉയർപ്പും മഹനീയമായ നിത്യജീവനം നൽകി സ്വർഗരാജ്യമാകുന്ന ഓർസ്ഥലത്തേക്ക് ഇയാളെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയ മിശിഹായുടെ ഭൗതിക ശരീരത്തിലെ അംഗത്തെ അനുഗമിക്കുകയും ഈ മൃതസംസ്കാരത്തിൽ സഹകരിച്ച് ഇയാളെ ബഹുമാനിക്കുകയും ചെയ്ത നിങ്ങളെ എല്ലാവരെയും ദൈവസമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങളിൽ വസിക്കുകയും
അവിടുത്തെ കാരുണ്യം നിത്യം നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കുടുംബാംഗങ്ങൾക്ക് അന്തിമ ചുംബനം നൽകുവാനുള്ള സമയമാണ്. എല്ലാവരും എല്ലാം കൂട് അതല്ല നിന്റെ തന്ന കൂടും അങ്ങനത്തെ പിള്ളേരായി അല്ലേ?